ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ സ്കൂളിൽ നിന്നാണ് കേട്ടോ വരുന്നത്. സ്കൂളിൽ നിന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന കുട്ടിയല്ല, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ആർട്ട് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ വെളിച്ചത്തോടെ ഈ ചെടിയും പൂവും ഒക്കെ കാണുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ലേറ്റായിട്ടേ എത്താറുള്ളൂ. ഇപ്പം 6 മണി രാവിലെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് രാത്രി 6 മണി 7 മണിക്കൊക്കെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ബസ്സിനാണ് ട്രാവൽ ചെയ്യുന്നത്, കുറച്ച് ദൂരമുണ്ട്. സ്കൂട്ടിയൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്ക് ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഓൾറെഡി നേരത്തെയാണ് പോകുന്നത്, സോ നമ്മൾ മടുത്തു പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലും ബസ്സിന് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു മടുപ്പാണ്. കാരണം നമ്മൾ ഡ്യൂട്ടി ചെയ്യണം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വർഷം തൊട്ട് ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് ജോബാണ് കേട്ടോ. അപ്പം അവരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയൊരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നമ്മൾ എല്ലാവരെയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ലല്ലോ. സോ നമ്മൾ അവരൊന്നും ഇല്ലാതെയും ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പഠിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ ആരുമില്ലെന്ന്, കാരണം ആരും കാണുന്നില്ലല്ലോ എന്ന്. സത്യമാണ്, ആരുമില്ല. കാരണം അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ പുറത്ത് പോയിരിക്കുകയാണ്, വരാൻ കുറച്ച് ലേറ്റാകും. സോ ഞാൻ തന്നെ ചായ ഇട്ട് ഞാൻ തന്നെ കുടിക്കാം. അപ്പോൾ എൻ്റെ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഞാൻ ചായയും നോക്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് എന്തൊരു സംഭവമല്ലേ. ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് പോകണം, കുറച്ചുകൂടെ ബെറ്ററായിട്ട് പോകണം. നമ്മൾ ഇതേ ജോലി തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് ഞാൻ പലയിടത്തേക്കും മെയിലൊക്കെ അയക്കുകയാണ് കേട്ടോ. ഈ പല കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ തന്നെ നിന്നാൽ ശരിയാവത്തില്ലല്ലോ. എന്ന് വെച്ച് ഇവിടുത്തെ ജോലി കളഞ്ഞ് വേറൊരു ജോലി നോക്കാമെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിയില്ലായ്മ ചെയ്യാനും എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊരു ജോലിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് കുറേ ആലോചിച്ച് ചിന്തിച്ച് എൻ്റെ ചായ ഇങ്ങനെ തിളച്ച് വരികയാണ് ഗൈസ്. ജീവിതം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. ആദ്യം നമുക്കൊരു ജോലി കിട്ടാനുള്ള വിഷമമായിരിക്കും. ജോലി കിട്ടാതെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന്, ഇനിയിപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് വിഷമിച്ച് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു എല്ലാവരും മുന്നേ ഒരു വില ഉണ്ടാവുമായിരുന്നു, അങ്ങനെ ഭയങ്കര സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് ആകെപ്പാടെ പ്രശ്നമായി. അവസാനം നമുക്ക് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ നമ്മളിങ്ങനെ പോയി ഒക്കെ വരുമ്പോഴാണ് നമുക്ക് തോന്നുക, ചില ദിവസമൊക്കെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് തന്നെ തോന്നും, എന്തിനാണ് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നത്? എൻ്റെ ചേട്ടൻ എന്നെ നോക്കൂലേ, എൻ്റെ വീട്ടുകാരെന്നെ നോക്കൂലേ? ഞാനിപ്പോൾ ഇത്രയും രാവിലെ എണീറ്റിട്ട് എന്തിനാണ് ഞാനിങ്ങനെ പോകുന്നത്? എനിക്ക് കിടന്നുറങ്ങിയാൽ പോരെ, കുറച്ച് കറിയോ ചോറോ എന്തെങ്കിലുമൊക്കെ വെച്ച് വീടൊക്കെ നോക്കി എന്തൊരു സമാധാനമുള്ള ജോലിയാണ് എന്നൊക്കെ ഇപ്പം ഞാൻ ചിന്തിക്കും. പക്ഷേ ഇതിന് മുന്നേ ഒരു വർഷം, എൻ്റെ മാരേജ് കഴിഞ്ഞ് 1 വർഷം ഞാനിവിടെ കുറേ കഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇവരെന്നെ കഷ്ടപ്പെടുത്തിയെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് മാനസികമായിട്ട് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഞാൻ നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. പെട്ടെന്നൊരു കൂട്ടിനകത്തിട്ട പോലെ 1 വർഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പരിചയമില്ലാത്ത കുറേ പാചകം പഠിക്കുക, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ ഒരു മടുപ്പായി തുടങ്ങി. ഇതാണോ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിൽ ഇതാണോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ആയിപ്പോകുമോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് ആകെപ്പാടെ പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നെ ഒരു നിമിഷമാണ് ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്, എനിക്ക് എൻ്റെ മേലെ ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങണം എന്നൊക്കെ. അങ്ങനെ എൻ്റെ മേലുള്ള സ്നേഹക്കൂടുതൽ കാരണം ഞാൻ കുറച്ചൊക്കെ പഠിച്ച് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ കുറച്ചധികം ഇൻ്റർവ്യൂ ഒക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്കൊരു ജോലി കിട്ടുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു 2000 രൂപ, ഒരു 3000 രൂപയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതെത്ര രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. രാവിലെ എണീക്കാൻ അത്രയും മടിച്ചിയായ ഞാൻ അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഒരുപാട് ദൂരമാണ്, നീ മടുത്തു പോകും, നീ എങ്ങനെ അവിടെ വരെ എത്തും, രാവിലെ ഇത്ര മണിക്ക് എങ്ങനെ നീ അവിടെ വരെ എത്തും, എനിക്ക് 8:30-ക്ക് പഞ്ചിങ് ചെയ്യണം, അപ്പോൾ എങ്ങനെ നീ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാടെ എല്ലാവരും എന്നെ ഇട്ട്
നീ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലെന്താ, അതൊന്നും എനിക്കറിയില്ല, എങ്ങനെ എത്തുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വാശിക്കാണ് ഞാനിവിടെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ പിന്നെ എന്തായി, ആ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഖം മനസ്സിലായി തുടങ്ങിയത് എനിക്ക്. ആദ്യമൊക്കെ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. ഞാൻ ആർട്ടാണ് പഠിപ്പിക്കുന്നത്. പിള്ളേർക്ക് ഇപ്പോഴും അതെ, എപ്പോഴും അതെ, ആർട്ട് പീരീഡ് വേണം എന്നുള്ളൊരു ഇഷ്ടമാണ്. ആർട്ട് PT എന്നൊക്കെ പറയുന്നത്. പിള്ളേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എൻ്റെ പീരീഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേരെ പഠിപ്പിക്കുക, ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സംഭവമായിട്ട് പഠിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. പിള്ളേർക്കൊക്കെ ഹാപ്പി, നമ്മുടെ പീരീഡ് പിള്ളേർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം വരും തോറും എൻ്റെ മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വരിക. എനിക്കറിയില്ല, ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കുക, ഇതാണോ ഞാൻ ശരിക്കും ലൈഫിൽ ചെയ്യേണ്ടത്? ഇതാണോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ എന്താണെന്നറിയാത്ത ഒരു 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 എന്താ അതിന് പറയുക, ഒരു വ്യഗ്രത, ഒരു വിഷമം. അപ്പം ഞാൻ വിചാരിച്ചു, പല പ്രാവശ്യമായിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കിങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോ ചെയ്ത് ഫേസ് അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആക്ടിങ് അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല എനിക്ക്. പക്ഷേ എന്തെങ്കിലും ബോറടിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എന്നെപ്പോലെ അല്ലെങ്കിൽ ഞാനുണ്ടായിരുന്ന പോലെ വിഷമിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. അവരുടെ ലൈഫിലേക്കൊക്കെ എത്തണം. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഇപ്പം എനിക്കുള്ളൂ. അപ്പം എന്തായാലും വേറൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കുറേ കഥകളും കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസുകളും ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അടുത്ത നല്ല എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവണമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ കൂടെ ഒന്ന് ഉണ്ടാവണേ.